ഓം എന്ന അക്ഷരം എങ്ങനെ എന്നുണ്ടായി എന്ന് വ്യക്തമായി പറയുവാനാകില്ല. സകല വേദങ്ങളിലും ഓം എന്ന അക്ഷരം വരുന്നുണ്ടെന്നതിനാൽ ഇതിൻ വേദത്തോളം അല്ലെങ്കിൽ അതിലും കൂടുതൽ പഴക്കമുണ്ടെന്നും ഇതിന് വേദങ്ങളോളം പ്രസക്തിയുണ്ടെന്നും കരുതപ്പെടുന്നു. അതിഗഹനമായ തത്വങ്ങളാണ് ഓം എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത്. വേദം എന്ന വാക്കിനർത്ഥം അറിവ് എന്നാകുന്നു. ഇപ്പറഞ്ഞ എല്ലാ അറിവും ഓം എന്ന അക്ഷരത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഓം എന്ന അക്ഷരത്തിൽ നിന്നു തന്നെയാണ് വേദമുണ്ടായതെന്ന് പറയുന്നതിലും തെറ്റില്ല. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിന്റെ പ്രതീകമായാണ് ഹിന്ദുക്കൾ ഓംകാരത്തെ കരുതി വരുന്നത്. ആ, ഉ, മ എന്നീ മൂന്നക്ഷരങ്ങളുടെ സങ്കലനമാണ് ഓംകാരം എന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിനും അതിന്റെ അർത്ഥവ്യാപ്തിയുണ്ട്. ആ ആദിമത്വത്തെയും, ഉ ഉത്കർഷത്തെയും, മ മിതിയെയും ചൂണ്ടിക്കാണിക്കുന്നു. അതിനാലാകണം ഓംകാരത്തെ സൃഷ്ടിസ്ഥിതിലയങ്ങളുടെ പ്രതിനിധീകരണ ശക്തിയായി വിശേഷിപ്പിക്കുന്നതും. അക്ഷരം എന്ന വാക്കിനർത്ഥം നാശമില്ലാത്തത് എന്നാണ്. ആദ്യ അക്ഷരമായ തൊണ്ടയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഉ എന്ന അക്ഷരം വായുടെ മധ്യഭാഗത്തു നിന്നും വരുന്നു. മ എന്ന അക്ഷരമാകട്ടെ വായയുടെ ഏറ്റവും പുറമെ അധരപുടത്തിൽ നിന്നും ഊർന്നു വീഴുന്നു. ആ, ഉ, മ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന അക്ഷരം. ആദ്യവും മധ്യവും അന്ത്യവും പ്രതിനിധീകരിക്കുന്ന പറയപ്പെടുന്നു. അക്ഷരങ്ങളെ ചേർത്തെഴുതിയതിനാൽ മറ്റെല്ലാ അക്ഷരങ്ങളും സ്വാഭാവികമായും ഇതിലടങ്ങുന്നു എന്നാണ്. ആയതിനാൽ സർവ്വ അക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏകാക്ഷരവും ഓം ആകുന്നു. സകല വേദങ്ങളിലും ഉപനിഷത്തിലും മന്ത്രങ്ങളിലും ഓം എന്ന അക്ഷരത്തെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും ഒരു നിർവചനം എന്ന നിലയിൽ എടുത്ത് കാണിക്കാവുന്ന നചികേതസ് എന്ന ബ്രാഹ്മണകുമാരന് യമൻ ഉപദേശിക്കുന്ന കഠോപനിഷത്തിലെ മന്ത്രമാണ്. സർവേ വേദായത് പദമാനന്തി തപാംസി സർവാണി ചയത് വദന്തി യതിച്ഛന്തു ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹിതേ ബ്രവീമ്യോമിതേത്. സകല വേദങ്ങളും ഏതു പദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുവോ, തപസ്സനുഷ്ഠിക്കുന്നവരെല്ലാം എന്തിനെക്കുറിച്ച് പറയുന്നുവോ, എന്ത് ഇച്ഛിച്ചുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കപ്പെടുന്നുവോ അതേ പദത്തെ സംഗ്രഹിച്ചു പറഞ്ഞു തരാം. ഓം എന്നാണത്. ഓം എന്ന അക്ഷരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിത്തരാൻ ഉതകുന്ന ശ്ലോകമാണിത്. എങ്കിലും ഒരു നിർവചനം സമഗ്രമായിരിക്കണം എന്ന നിലപാടെടുക്കുകയാണെങ്കിൽ മാണ്ഡൂക്യ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ ഉത്തമമായിരിക്കും. മാണ്ഡൂക്യ ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ഓം എന്ന അക്ഷരത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. പുണ്യപുരാണ ഗ്രന്ഥങ്ങളും ആചാര്യന്മാരുമൊക്കെ ഓംകാരത്തെ വിവരിച്ചിട്ടുണ്ട്. നിത്യമായ ഓംകാര ജപം കൊണ്ട് ദേവേന്ദ്രൻ അസുരന്മാരുടെ ഹീനശക്തിയെ നേരിട്ട കഥകൾ അഥർവവേദത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മത്തെ അറിയാൻ ഓം ഉപയോഗിക്കാം എന്ന് യജുർവേദം അനുശാസിക്കുന്നു. ഓംകാരത്തെ പരബ്രഹ്മമായി കഠോപനിഷത്ത് വിവരിക്കുമ്പോൾ മുണ്ടകോപനിഷത്താകട്ടെ ഓംകാരധ്യാനം പരമാത്മാവുമായി ആത്മൈക്യം പ്രാപിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ആധുനിക യുഗത്തിൽ സ്വാമി വിവേകാനന്ദൻ, അരവിന്ദ രമണ മഹർഷി തുടങ്ങി അനേകം മഹദ്വ്യക്തിത്വങ്ങൾ ഓംകാരധ്വനിയെപ്പറ്റി വിശേഷണങ്ങൾ കുറിച്ചിട്ടുണ്ട്. ആദിയും അന്തവുമില്ലാത്ത ഓംകാരത്തെ പാശ്ചാത്യരും അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഈശ്വരനും ഓംകാരവും ഒന്നുതന്നെ എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. കളങ്കമില്ലാത്ത ഈശ്വരഭജനമാണ് പ്രണവം എന്നുദ്ദേശിക്കുന്നതും. ഏത് വേദസ്ഥിതിയായാലും ഏത് മന്ത്രമായാലും ഏത് ക്രിയയായാലും തുടങ്ങുന്നത് ഓം എന്ന മന്ത്രത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ മന്ത്രധ്വനിയും ഓംകാരമാണ്. ഓംകാരം നാദരൂപമായതിനാൽ ബ്രഹ്മത്തെ നാദബ്രഹ്മം എന്ന് വിളിക്കുന്നു. കടലിന്റെ ഇരമ്പലും കാറ്റിന്റെ ചൂളവും ഇടിമുഴക്കത്തിന്റെ ധ്വനിയും ഓംകാരത്തിൽ ലയിക്കുന്നു. ഏകവും പഞ്ചമവും ശൂന്യവും ഓംകാരത്തെ തിരിച്ചറിയുന്നു. നമ്മുടെ ശ്വാസത്തില് പോലും ഓം എന്ന പ്രണവമന്ത്രത്തിന്റെ ആരോഹണ അവരോഹണമാണ്. പ്രപഞ്ചത്തിന്റെ ഓരോ ചലനങ്ങൾക്കും ആധാരശബ്ദം ഓംകാരമാണ്. പ്രണവമന്ത്രം യഥാവിധി ഉരുവിട്ടാൽ രക്തസമ്മർദ്ദത്തെ കുറക്കാനും വായുദോഷത്തെ അകറ്റാനും സാധിക്കും. ആയുർവേദത്തിൽ പ്രണവമന്ത്രത്തിന്റെ മഹിമയും പ്രാണായാമത്തിലൂടെ പ്രണവം ജപിക്കുമ്പോൾ സിദ്ധിക്കുന്ന ആരോഗ്യനേട്ടത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓംകാരം എന്ന ഏകാക്ഷര ദീർഘ പ്രണവമന്ത്രത്തെ 8 തരത്തിൽ തരംതിരിക്കുന്നു. അകാര, ഉകാര, മകാര, നാദ, ശബ്ദം, ബിന്ദു, കാലം, കല എന്നിങ്ങനെ 8ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രണവം ഉച്ചരിക്കുന്നതിന് ഗുരുമുഖത്തു നിന്നും പഠിക്കേണ്ടതുണ്ട്. എണ്ണധാരയായി ഒഴിക്കുമ്പോൾ ചിതറാത്തത് പോലെയും ദീർഘമായ ഗണശബ്ദം പോലെയുമാണ് പ്രണവം ഉച്ചരിക്കേണ്ടത് എന്ന് വേദവിശാരദന്മാർ പറയുന്നു. പ്രണവത്തെ സർവമന്ത്രാതിസേവ്യ എന്ന് വിശേഷിക്കുന്നു. അകാരോ വിഷ്ണുരുദ്ദിഷ്ട, ഉകാരസ്തു മഹേശ്വര, മകാരസ്തു സ്മൃതോ ബ്രഹ്മ, പ്രണവസ്തു ത്രയാത്മക എന്ന് വായുപുരാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അ വിഷ്ണുവിനെയും ഉ ശിവനെയും മ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. ശിവപുരാണം അനുസരിച്ച് ആ ശിവനും ഉ ശക്തിയും മ അവയുടെ സംഗമവുമാണ്. ഓം ഷഡ്ലിംഗ സ്വരൂപമായ പ്രണവത്തിന്റെ സൂക്ഷ്മരൂപവും നമഃശിവായ എന്നത് സ്ഥൗലരൂപവുമാണ്. ബ്രഹ്മപ്രാപ്തിക്കും അതിലൂടെ ആത്മജ്ഞാനസിദ്ധിക്കും പ്രണവോപാസനയേക്കാൾ പ്രയോജനപ്പെടുന്ന മറ്റൊന്നുമില്ലെന്നാണ് പ്രണവോപനിഷത്തിൽ പറയുന്നത്. ഓംകാരത്തെ അറിയുന്നവർ യോഗിയായി മാറുമെന്ന് ഗരുഡപുരാണം രേഖപ്പെടുത്തുന്നു. ഓമിത്യേകക്ഷരം ബ്രഹ്മ എന്നും ഗിരാമസ്മേകമക്ഷരം എന്നും ഭഗവത്ഗീതയിലുണ്ട്. ഓമിത്യേതദക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാര ഏവ യച്ഛാന്യ ത്രികാലാതീതം തദപ്യോങ്കാര ഏവ. മാണ്ഡുകോപനിഷത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ഓം എന്ന നാശരഹിതമായ അക്ഷരം മാത്രമാണ് ഇഹത്തിലുള്ളതെല്ലാം. ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലുള്ളതെല്ലാം ആ അക്ഷരത്തിന്റെ ഉപവാഖ്യാനങ്ങൾ മാത്രമാണ്. 3 കാലത്തെയും അതിക്രമിച്ചിട്ടുള്ളതും ഓങ്കാരമാണ്. ബ്രഹ്മം താമര ഇലയിൽ പുരുഷരൂപമായ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് ഓംകാരത്തെ സൃഷ്ടിച്ചു. ഓംകാരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നു ഗോപദ ബ്രാഹ്മണം വ്യക്തമാക്കുന്നുണ്ട്.
ചാന്തോഗ്യോപനിഷത്തിൽ ഓംകാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ജീവജാല സാരാംശം ഭൂമി, ഭൂമിയുടെ സാരാംശം ജലം, ജലത്തിന്റെ സാരാംശം സസ്യങ്ങൾ, എന്നാൽ അവയാകട്ടെ മനുഷ്യന്റെ സാരാംശവും. മനുഷ്യരുടെ സാരാംശം വചനം, അതിന്റെ സാരാംശം ഋഗ്വേദം, ഋഗ്വേദ സാരാംശം സാമവേദം, ആ സാമവേദ സാരാംശം ഉദ്ഗീയം അഥവാ സാമവേദ ധ്വനിയായ ഓം. പ്രണവമാകുന്ന വില്ലിൽ ആത്മാവാകുന്ന ശരത്തെ തൊടുത്ത് ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിൽ എയ്യണമെന്ന് മാണ്ഡുക്യവും. പരബ്രഹ്മത്തെയോ അപരബ്രഹ്മത്തെയോ പ്രാപിക്കാനുള്ള ശ്രേഷ്ഠമായ മാർഗം ഓങ്കാരോപാസനയാണെന്ന് കഠോപനിഷത്തും പറയുന്നു. പ്രണവത്തിലെ അകാരം ഋഗ്വേദവും ഉകാരം യജുർവേദവും മകാരം സാമവേദവുമാണെന്ന് പരാമർശമുണ്ട്. മാണ്ഡൂക്യോപനിഷത്ത് പറയുന്നു: ഈ കാണുന്നതെല്ലാം ഓങ്കാരരൂപമാണ്. ഭൂതവും വർത്തമാനവും ഭാവിയുമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓങ്കാരമാകുന്നു. 3 കാലത്തെയും അതിക്രമിച്ചു നിൽക്കുന്നതും ഓങ്കാരം തന്നെ. ഓങ്കാരം പരബ്രഹ്മവും അപരബ്രഹ്മവുമാകുന്നു. ഇതിനെ ഉപാസിച്ച് സാക്ഷാത്കരിച്ചാൽ ഉപാസകൻ എന്താഗ്രഹിക്കുന്നുവോ അത് ലഭിക്കും. കഠോപനിഷത്ത് പറയുന്നു: പരബ്രഹ്മത്തെയോ അപരബ്രഹ്മത്തെയോ പ്രാപിക്കുവാനുള്ള ശ്രേഷ്ഠമായ ആലംബം ഓങ്കാരമാണ്. ഇതിനെ ഉപാസിച്ച് സാക്ഷാത്കരിക്കുന്നയാൾ ബ്രഹ്മലോകത്തിൽ പൂജിതനായിത്തീരുന്നു. പ്രശ്നോപനിഷത്തും പരവും അപരവുമായ ബ്രഹ്മം തന്നെയാണ് ഓങ്കാരമെന്നും ഓങ്കാരോപാസന കൊണ്ട് തന്നെ സാധകൻ ബ്രഹ്മത്തെ പ്രാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓം എന്നത് ബ്രഹ്മമാണ്, ഇക്കാണുന്നതെല്ലാം ഓങ്കാരം തന്നെ എന്ന് തൈത്തരീയോപനിഷത്ത് പറയുന്നു. ചുരുക്കത്തിൽ സർവ്വ ജീവജാലങ്ങളിലും അന്തര്യാമി രൂപേണ സാക്ഷിയായി വിളങ്ങുന്ന ആത്മാവാണ് ബ്രഹ്മം. ഇത് സഗുണനും നിർഗുണനുമാണ്. ഈ ബ്രഹ്മത്തെയാണ് ഓങ്കാരം പ്രതിനിധീകരിക്കുന്നത്. സൂത്രസംഹിതയിൽ കാണുന്നത് ഇപ്രകാരമാണ്: സൃഷ്ടികർമ്മത്തിന് മുമ്പ് ബ്രഹ്മാവ് മഹേശ്വര ദർശനത്തിനായി പഞ്ചാഗ്നിമധ്യത്തിൽ തപസ്സിരുന്നു. ദീർഘമായ തീവ്രതപസ്സിൽ പ്രസാദിച്ച ശിവൻ ഭൂമിയും അന്തരീക്ഷവും സ്വർഗവും നിർമ്മിക്കാൻ അനുഗ്രഹം നൽകി. പക്ഷേ ത്രിലോകങ്ങളിലും പരമേശ്വരനെ കാണാത്തതിൽ ബ്രഹ്മാവ് വിഷമിച്ചു. ഭൂമിയിൽ നിന്ന് അഗ്നിയും അന്തരീക്ഷത്തിൽ നിന്ന് വായുവും സ്വർഗത്തിൽ സൂര്യനും ഉണ്ടായി. അതിലൊന്നും ശിവനെ കാണാതെ ബ്രഹ്മാവ് ശിവസങ്കല്പത്തിൽ മുഴുകി. അഗ്നിയിൽ നിന്ന് ഋഗ്വേദവും വായുവിൽ നിന്ന് യജുർവേദവും സൂര്യനിൽ നിന്ന് സാമവേദവും ഉണ്ടാകുന്നത് കാണാൻ കഴിഞ്ഞു. അവയിൽ നിന്ന് യഥാക്രമം ഭൂ, ഭൂവ, സ്വ എന്നീ ശബ്ദങ്ങൾ പുറപ്പെടുന്നത് കേട്ടു. ആ വ്യാഹൃതികളിൽ നിന്നും യഥാക്രമം അകാരവും ഉകാരവും മകാരവും പുറപ്പെട്ടു. ആ വർണ്ണങ്ങൾ ഒന്നിച്ചപ്പോൾ ഓങ്കാരമുണ്ടായി. പ്രണവസ്വരൂപമായ ഓങ്കാരത്തിൽ മഹേശ്വരന്റെ രൂപം തെളിഞ്ഞു എന്നാണ് വിശ്വാസം. ഓം എന്ന വാക്കിന് ഒട്ടേറെ അർത്ഥങ്ങളുണ്ട്. പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഇതിനെക്കുറിച്ച് ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓം എന്ന വാക്കിന്റെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് ശിവപുരാണത്തിലാണ് ഏറ്റവും കൂടുതൽ വിശദീകരണമുള്ളത്. ഓം എന്നതിനെ പ്രണവ എന്നാണ് ശിവപുരാണത്തിൽ വിളിക്കുന്നത്. പ്ര എന്നാൽ പ്രപഞ്ചം, ണ എന്നാൽ ഇല്ല എന്നും, വ എന്നാൽ നിങ്ങൾ എന്നാണ് അർത്ഥനാക്കുന്നത്. എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കാനുള്ള പ്രാർത്ഥനയാണിത്. പ്രണവ എന്ന വാക്കിന് മറ്റൊരു അർത്ഥവും വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്ര എന്ന പ്രകൃതി എന്നും നവ അല്ലെങ്കിൽ നാവ് അല്ലെങ്കിൽ നൗക എന്നും സൂചിപ്പിക്കുന്നു. ഈ ലോകമാകുന്ന കടലിനെ മുറിച്ചുകടക്കാനുള്ള നൗകയാണിത്. ഇതുകൂടാതെ ഓം എന്ന ശബ്ദം ഉയർത്തുന്ന ശാരീരികമായും ഒട്ടേറെ മെച്ചങ്ങളുണ്ടാക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബുദ്ധമതം, ജൈനമതം, സിഖ് മതങ്ങൾ ഒരു ആഹ്വാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ്. അതിന്റെ രേഖാമൂലമുള്ള പ്രതിനിധാനം ഹിന്ദുമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമാണ്. ബോധം, ആത്മാവ്, ബ്രഹ്മം അല്ലെങ്കിൽ പ്രപഞ്ചലോകത്തിന്റെ സത്തയാണ് ഇന്ത്യക്ക് പാരമ്പര്യങ്ങളിൽ ഓം ദൈവികതയുടെ ശബ്ദപ്രകടനമായി വർത്തിക്കുന്നു. വേദാധികാരത്തിന്റെ മാനദണ്ഡവും സോട്ടീരിയോളജിക്കൽ സിദ്ധാന്തങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും കേന്ദ്രവശവുമാണ് വേദങ്ങൾ, ഉപനിഷത്തുകൾ, മറ്റ് ഗ്രന്ഥങ്ങൾ എന്നിവയിലെ അധ്യായങ്ങളുടെ തുടക്കത്തിലും അവസാനത്തിലും ഈ അക്ഷരം പലപ്പോഴും കാണപ്പെടുന്നു. ഓം എന്ന അക്ഷരത്തെ ഓങ്കാരം, പ്രണവം എന്നിങ്ങനെ പല പേരുകളിലും പരാമർശിക്കാറുണ്ട്. നാദിയായ ശബ്ദം എന്നാണ് ഓം-നെ കണക്കാക്കുന്നത്. തിരുവെഴുത്തുകൾ പ്രകാരം മെറ്റീരിയൽ ക്രിയേഷൻ നിലവിൽ വരുന്നതിനു മുൻപ് തന്നെ ഓം എന്ന വാക്ക് ഉണ്ടായിരുന്നു എന്നാണ്. നാം എങ്ങനെ ഓം ഉച്ചരിക്കും? തുടക്കം മുതൽക്കേ ഓം ഉച്ചരിക്കുന്നത് നാക്കിന്റെ അറ്റത്തുനിന്ന് തുടങ്ങി ചുണ്ടിൽ അവസാനിക്കുന്ന തരത്തിലാണ്. ഇത് എല്ലാ ശബ്ദങ്ങളുടെയും ഒരു മെട്രിക്സ് ആണ്. ഓം ശരിയായി ഉച്ചരിക്കുവാനായി ഓം എന്ന വാക്ക് ഹോം എന്ന പോലെ ഉച്ചരിക്കുക. ഓമില് കവിഞ്ഞ ഒന്നുമില്ല. സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം ഓം എന്ന ശബ്ദത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു.